ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ITEL 5232 എന്ന് പറയുന്ന മോഡലിൻ്റെ ഷൂട്ടിംഗ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഷൂട്ടിംഗ് പ്രോബ്ലം ഒഴിവാക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ ആവുന്ന കംപ്ലൈൻറ്റുകൾ, എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഒക്കെയാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഈ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതുണ്ടോ, ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. തിരിച്ചു വെച്ചാലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് അപ്പോൾ ഇങ്ങനെ വരുന്ന ഫോണുകൾ നിങ്ങൾ ആദ്യത്തെ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ സൈഡിലുള്ള കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക. പിന്നെ രണ്ടാമത് ഈ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് നോക്കുക. കീപാഡിൻ്റെ കീയുടെ അടുത്തുള്ള രണ്ട് കപ്പാസിറ്ററുകളാണ്. അതിൽ ആദ്യം ഇരിക്കുന്ന കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കുക സെയിം ഷോട്ടിങ് തന്നെയാണോ എന്ന് നോക്കുക. കണ്ടോ, ഷൂട്ടിങ് പോയിട്ടുണ്ട്. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കാണിക്കുകയും ചെയ്യും. ഈ കപ്പാസിറ്റർ സാധാരണയായിട്ട് ഷോർട്ട് ആകാറുള്ള കപ്പാസിറ്ററാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ ഇങ്ങനെ ഷോർട്ടിങ് കംപ്ലൈൻ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ഈ കപ്പാസിറ്റർ ഒന്ന് ചെക്ക് ചെയ്തോളുക. അതിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടോ, ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.